വൈദ്യുതി നിരക്ക് അല്ലെ, ആ വൈദ്യുതി നിരക്ക് വർധന ഒരു വലിയ പ്രശ്നമായി മാറുന്നുണ്ട്. വലിയ പ്രതിഷേധം സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്നായി ഉയരുന്നുമുണ്ട്. അതെ, ഇന്ന് കൂടുതൽ KSCB സബ്സ്റ്റേഷനുകൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും. അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അജീഷ്, വെരി 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 ഗുഡ് മോർണിംഗ്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ജനങ്ങൾക്കുണ്ടായ ഒരു ഇരുട്ടടി അല്ലെങ്കിൽ ഷോക്കാണ്, അതുകൊണ്ടൊരു മറു ഷോക്ക് കൊടുക്കും എന്ന നിലപാടിലാണ് പ്രതിപക്ഷം. ഇന്നത്തെ ഒരു അപ്ഡേറ്റ്സ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട്? ഗുഡ് മോർണിംഗ് പ്രജിൻ, ക്രിസ്റ്റീന. 16 പൈസ കൂട്ടിയത് വ്യാഴാഴ്ച തന്നെ നിലവിൽ വന്നിരുന്നു. ഇനി ജനുവരി 1 മുതൽ വീണ്ടും 12 പൈസ കൂടി കൂടാൻ പോകുന്നു. കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷം ഇതിനെതിരെ ശക്തമായ രീതിയിൽ രംഗത്ത് വന്നിരുന്നു. പ്രതിപക്ഷ നേതാവും അതേപോലെ തന്നെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഇത് അഴിമതിയാണെന്ന് ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല ഭരണസംഘടനയായിട്ടുള്ള AITUCയും ഈ വില വർധനവിനെതിരെ രംഗത്തെത്തിയിരുന്നു. ഇവർ പ്രധാനമായും പ്രതിപക്ഷം പറയുന്നത് ഈ ദീർഘകാല കരാറിൽ നിന്ന് പിന്മാറിയത് അദാനിയുമായിട്ടുള്ള ഈ കരാറിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടാണെന്നായിരുന്നു. സ്വാഭാവികമായിട്ടും ഇതിൽ അഴിമതിയുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ഈ നിരക്ക് വർധന പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ സമരം തുടങ്ങുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന്റെ ഭാഗമായി ഇന്നലെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിരുന്നു. തിരുവനന്തപുരത്തെ പട്ടത്തെ വൈദ്യുതി നിലയത്തിലും ഒപ്പം തന്നെ സംസ്ഥാനത്തെ പല സബ്സ്റ്റേഷനും ഓഫീസുകളിലേക്കുമൊക്കെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. അതെല്ലാം ഒരു സൂചനാ സമരം മാത്രമാണെന്നാണ് KPCC അധ്യക്ഷനടക്കമുള്ളവർ പറഞ്ഞത്. ഇന്നും സംസ്ഥാനത്തെ വിവിധ സബ്സ്റ്റേഷനുകളിലേക്ക് UDFന്റെ വിവിധ ഘടകകക്ഷികളുടെ നേതൃത്വത്തിൽ ഇന്ന് സമരം സംഘടിപ്പിക്കും. പ്രധാനമായി ഇവർ ഉന്നയിക്കുന്നത് നിരക്ക് വർധന പിൻവലിക്കണം എന്നു തന്നെയാണ്. എന്തായാലും നിരക്ക് വർധന പിൻവലിക്കാനാകില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാരും വൈദ്യുതി ബോർഡും അടക്കമുള്ളവർ. ശരി അജീഷ്, എന്തായാലും ഹാപ്പി ആനിവേഴ്സറി അത് പറയണമല്ലോ അല്ലേ? അതെ, ഹാപ്പി ബർത്ത്ഡേ. യെസ്. അപ്പോ നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് കിടക്കാം. പ്രജിന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമുക്ക് ഈ കൃത്യസമയത്ത് ഈ വാർത്തകൾ ഫോണിൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും? അപ്പോൾ ഓരോ ദിവസവും കൃത്യമായിട്ട് വാർത്തകൾ നമ്മളിലേക്ക് എത്തിക്കുന്നത് അൻവർ, വീണ, അർജുൻ, ഗീസ്, അതുപോലെ ആരെങ്കിലും ഒക്കെ കാണും, ഗ്രീഷ്മ. ഇന്ന് ആരെങ്കിലും അവിടെ കാണുമല്ലേ? ഇന്ന് ആരാണെന്ന് അറിയില്ല. അപ്പൊ കൃത്യമായി വാർത്ത എത്തിച്ചേരുന്ന ആ ടീമിനും അഭിനന്ദനങ്ങൾ. യെസ്.